1 കിലോ കോഴിയിറച്ചിക്ക് 135 രൂപ നൽകേണ്ടുന്ന അവസ്ഥയാണ് ഇപ്പോൾ കേരള വിപണിയിൽ. കേരളത്തിന്റെ മറ്റ് ജില്ലകളിൽ ഏതെങ്കിലുമാണ് ഈ വലിയ വിലവർധനമെന്ന് കരുതിയാൽ തെറ്റും. സാക്ഷാൽ കോട്ടയം ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിലാണ് 135 രൂപ നൽകേണ്ടുന്നത്. കുറവലങ്ങാട് മേഖലയിൽ 135 രൂപ നൽകേണ്ടി വരുമ്പോൾ തലയോലപ്പറമ്പ് വൈക്കം മേഖലയിൽ ഇത് അല്പം കൂടും. യാത്ര കിഴക്കോട്ടാക്കി മുണ്ടക്കയം കാഞ്ഞിരപ്പള്ളി മേഖലയിലേക്കാണെങ്കിൽ വീണ്ടും വിലയിൽ വ്യത്യാസം വരും. തമിഴകം കനിയാത്ത സാഹചര്യത്തിലാണ് കോഴിവില ഉയരുന്നത്. മുമ്പ് ചെക്ക് പോസ്റ്റുകളിൽ കോഴിവണ്ടികൾക്ക് കർശന പരിശോധന ഏർപ്പെടുത്തിയ സാഹചര്യത്തിൽ മാത്രമാണ് ഇത്രയും വില ഉയർന്നത്. ഇപ്പോൾ തമിഴ്നാട്ടിൽ കൂട്ടത്തോടെ കോഴിക്കുഞ്ഞുങ്ങൾ ചത്തൊടുങ്ങിയതിനെ തുടർന്നാണ് കോഴിവരവ് നിലച്ചതും വില ഉയരാൻ കാരണമായതുമെന്നും ഈ രംഗത്തുള്ള വ്യാപാരികൾ പറയുന്നു. കുറവലങ്ങാട് മേഖലയിൽ എല്ലായിടങ്ങളിലും 135 രൂപ നൽകേണ്ടുന്ന അവസ്ഥയാണ്. കുറവലങ്ങാടിന്റെ സമീപ സ്ഥലങ്ങളായ ഉഴവൂർ, മോനപ്പള്ളി, മരങ്ങാട്ടുപള്ളി, കടുത്തുരുത്തി, നീഴൂർ മേഖലയിലും ഈ വില തന്നെയാണ് 1 കിലോ കോഴിയിറച്ചിക്ക് നൽകേണ്ടുന്നത്. മതിയായ ആരോഗ്യകരമായ ചുറ്റുപാടുകളല്ല ഫാമുകൾ പ്രവർത്തിക്കുന്നതെന്നും കോഴിയിറച്ചി വ്യാപാര സ്ഥാപനങ്ങളിൽ ചിലത് അനാരോഗ്യകരമായ ചുറ്റുപാടുകളാണ് പ്രവർത്തിക്കുന്നതെന്ന് ആക്ഷേപമുണ്ടെങ്കിലും കോഴിയിറച്ചിയുടെ വിൽപ്പനയിൽ മാത്രം കാര്യമായ കുറവ് സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ സ്ഥിതി. പോത്തിറച്ചിയുടെ കാര്യത്തിലും കോട്ടയം ജില്ലയിൽ തന്നെ വിലയിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്നത് കുറവലങ്ങാടാണ്. 200 രൂപയ്ക്ക് മറ്റു സ്ഥലങ്ങളിലെല്ലാം പോത്തിറച്ചി ലഭിക്കുമ്പോൾ കുറവലങ്ങാട്ട് 220 രൂപ നൽകണം. പോത്തിറച്ചിയുമായി താരതമ്യപ്പെടുത്തി വില കുറഞ്ഞ ഇറച്ചി എന്ന നിലയിൽ കോഴിയിറച്ചി മുൻപ് കാര്യമായി വിറ്റഴിക്കപ്പെട്ടിരുന്നുവെങ്കിലും കോഴിയിറച്ചിക്ക് കൂടി വില വർദ്ധിച്ചതോടെ മലയാളി എന്തു ചെയ്യണമെന്നറിയാതെ ഇപ്പോൾ വിഷമിക്കുന്ന സാഹചര്യമാണ് കുറവലങ്ങാട് മേഖലയിലുള്ളത്. 135 രൂപ കൊടുത്ത് 1 കിലോ കോഴിയിറച്ചി വാങ്ങിക്കഴിക്കുന്നതോടെ സാധാരണക്കാരുടെ കുടുംബ ബജറ്റ് താളം തെറ്റുകയാണ്. പൊതുവെ മത്സ്യമാംസ ഇനങ്ങൾ ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്ന ശീലമുള്ള ഇന്നാട്ടുകാർ കുടുംബ ബജറ്റ് മുന്നോട്ട് നീക്കാൻ നന്നേ ബുദ്ധിമുട്ടുന്നുണ്ട്. ഇറച്ചി മാറ്റി മത്സ്യം ആഹാരത്തിൽ ഉൾപ്പെടുത്താമെന്ന് കരുതിയാലും വലിയ വില തന്നെ ഇതിന് നൽകേണ്ടി വരുന്നു എന്നുള്ളതിനാൽ വൻതുകയാണ് കുടുംബ ബജറ്റിൽ താളം തെറ്റിക്കും വിധം ഉയരുന്നത്. അന്യ സംസ്ഥാനങ്ങളെ ഭക്ഷണത്തിനു വേണ്ടി ആശ്രയിക്കുന്ന സാഹചര്യം ഒഴിവാക്കിയാൽ മാത്രമേ മലയാളിക്ക് ഭക്ഷണമേശയിൽ സ്വന്തം കീശ കാര്യമായി ചോരാതെ പിടിച്ചു നിൽക്കുവാൻ കഴിയൂ എന്നുള്ളതാണ് ഇപ്പോഴത്തെ സ്ഥിതി.